ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി എല്ലാവരും ഇപ്പോൾ കുറച്ചധികം കൺസേൺഡ് ആണ് അല്ലെങ്കിൽ ബോധേഡാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യകത എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. എല്ലാവരും ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാവരും ചോദിക്കും, ഓക്കെ എനിക്ക് ഇത്ര എമൗണ്ട് എക്സ്ട്രാ ഉണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്ത് പോവുക. എന്തെങ്കിലും ഒരു ഗോളുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആവശ്യകത എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അത് ഒരു നല്ലൊരു പ്രവണതയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഗോള്, ഭാവിയിൽ വരുന്ന ഗോള് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആവാം, അല്ലെങ്കിൽ ഒരു വീട് കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടിയിട്ടാവാം, ഒരു വണ്ടി വാങ്ങുന്നതിനാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ മക്കളുടെ ആരെങ്കിലും മാരേജ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ആ ഗോള് എന്താണ്, എന്നത്തേക്കാണ് നമുക്ക് ആവശ്യകത വരുന്നത് എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ആവശ്യകത വരുന്നത്. ഇന്ന് ആ ഗോള് എനിക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര രൂപയാണ് വരുന്നത്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ തൂക്കം പോരാ, നമുക്ക് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനെ വെച്ചിട്ട് വേണം ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് ടാർഗറ്റ് അത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ടൈമിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട എമൗണ്ട്. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലേക്ക്, അത് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ, കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് നടത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അത് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ തരുന്നുണ്ടോ എന്ന് നമുക്കത് ഇവാലുവേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ആ ഗോൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്ത് അത് നടത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സുകളോ കാര്യങ്ങളോ നിങ്ങളുടെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയുള്ള ഫിനാൻഷ്യലായിട്ടുള്ള റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു പ്രോപ്പർ പ്ലാനിങ് കൂടി നിങ്ങൾ നടത്തിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാം.